നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. മേയറും സംഘവും തടഞ്ഞിട്ട ബസ്സിലെ CCTV-യുടെ മെമ്മറി കാർഡ് കാണാനില്ല. സംശയമൊന്നുമില്ലല്ലേ? ബസ് ഡ്രൈവർ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചു എന്ന പരാതി അടക്കം തെളിയിക്കാൻ നിർണായകമായ തെളിവാണ് ഈ ദൃശ്യങ്ങൾ. നടക്കുന്നത് ഡ്രൈവറെ കുടുക്കാനുള്ള നീക്കമോ, നടന്നത് അധികാരത്തിന്റെ ഹുങ്കോ, തെളിവുകൾ ഇല്ലാതാക്കിയോ? അല്ല, നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. യദു ലഹരി ഉപയോഗിച്ചു എന്നൊരു ആരോപണം ഉന്നയിച്ചു. അദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധനാ റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ ഒരു ലഹരി ഉപയോഗം നടന്നിട്ടില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്ന് പറയൂ. ഇത് CCTV ഉള്ള ബസ്സാണ്. 3 ക്യാമറ ആ ബസ്സിനകത്തുണ്ട്. പക്ഷേ ആ ബസ്സിന്റെ CCTV-യുടെ മെമ്മറി കാർഡ് മാത്രം കാണാനില്ല. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? അപ്പോൾ ഇത് കാണുന്ന സാമാന്യ ജനം എന്താണ് വിശ്വസിക്കേണ്ടത്? നിങ്ങൾ പറയുന്നതെല്ലാം വാസ്തവ വിരുദ്ധമാണെന്ന് ആരും കരുതിപ്പോകും. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ചർച്ചയുടെ പാറ്റേൺ തന്നെ സ്ത്രീവിരുദ്ധമാണെന്നാണ് ഞാൻ സ്ഥാപിക്കുന്നത് അഭിലാഷേ. അതെപ്പോ അതൊക്കെ ഉണ്ട്. ആണോ? എന്നാ കണ്ടിന്യൂ. കാരണം ഒരു പരാതിക്കാരിയെ നിങ്ങൾ അവഹേളിക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. കണ്ണിച്ചോരില്ലാത്തവന്മാരാ. ആ ലൈംഗിക അതിക്രമം സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഉള്ള CCTV-യുടെ മെമ്മറി കാർഡ് എവിടെ പോയി ഷിഷിജുക? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസർ. അത് എവിടെ അപ്രത്യക്ഷമായി പോയി? നമ്മുടെ സംസ്ഥാനത്ത് പലതും അങ്ങനെയാണല്ലോ. അതാണ് നിന്ന നിപ്പിൽ അപ്രത്യക്ഷമാവുന്ന ഒരു പ്രത്യേകതരം സംവിധാനമാണ്. അനുസരിച്ചും ബഹുമാനിച്ചും ജീവിത്താൽ നിങ്ങൾ ഇന്നലെ ഞാൻ ആലോചിക്കുന്നത് ഗോപികൃഷ്ണൻ അഭിലാഷും ഒക്കെ ഒരേ സ്ക്രിപ്റ്റ് ആണ് അവതരിപ്പിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ ഈ നിങ്ങൾ പോലീസ് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കല്ലേ? പോലീസിന്റെ കയ്യിലുണ്ടോ? കിട്ടിയോ? ഒന്ന് അന്വേഷിക്കാൻ പോയിട്ട് കിട്ടിയോ? അല്ലല്ല, അതൊന്നും എനിക്കറിയില്ല. വെരി ഗുഡ്. കുരിപ്പ പോലും മുളക്കില്ലെന്ന് അറിയാം, എങ്കിലും വെറുതെ ചോദിച്ചതേ ഉള്ളൂ. കിട്ടിയോ? അല്ലല്ല, അതൊന്നും എനിക്കറിയില്ല. എനിക്കറിയാം, എന്നാ കിട്ടിയിട്ടില്ല. അഭിലാഷിന്റെ മുന്നിൽ എനിക്കറിയാം, കിട്ടിയിട്ടില്ലെന്ന്. ഭൂമിയിൽ എത്രയോ ഇടിമിന്നൽ വേസ്റ്റ് ആയി പോണു. ഒരെണ്ണം ഇവന്റെ തലയിൽ വീഴ്ത്തിയിരുന്നെങ്കിൽ. എത്രയൊക്കെ ചർച്ച ചെയ്താലും ഹരിചന്ദ്രനായും പെരുങ്കള്ളിയായും തുടരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അവർ പറയുന്നു ഞങ്ങൾ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തിട്ടില്ല. ഓവർടേക്ക് ചെയ്ത് നമുക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെ പറയുന്നവരെ പച്ചക്കള്ളി എന്നല്ലേ പറയേണ്ടത്? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പിയൊന്നുമല്ല ഞാൻ. അപ്പോൾ ആ രീതിയിൽ തുടർച്ചയായി പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേയർ തിരുവനന്തപുരത്തിന് അപമാനമാണ്. നിങ്ങൾ അതിര് കിടക്കുന്നു. ഇത്രയും ദിവസമായിട്ടും അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തെ കുറിച്ചല്ലേ ഷിജുഖാൻ സംസാരിക്കുന്നത്? നിങ്ങൾ പോലീസിൽ പോയി പറ ചേട്ടാ. പോലീസ് അവിടെ ഒരു പുല്ലും ചെയ്യില്ല. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച മറച്ചു പിടിക്കാൻ അല്ലെങ്കിൽ മേയർ പറഞ്ഞത് കള്ളമാകണം. ഇത് രണ്ടിലൊന്നും സംഭവിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഏത് നേതാവായാലും വിളഞ്ഞു പഴുക്കണം. വിളയാതെ പഴുത്താൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും.